Hello, everyone. Welcome to our session about the previous paper discussion, where we will be analyzing the Unit 4, Unit നാലാമത്തെ യൂണിറ്റിലെ PYQ ഡിസ്കഷൻ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ ഒരു 2-3 സെഷനുകളായിട്ട് നമ്മൾ ഏകദേശം ഒന്നാമത്തെ യൂണിറ്റിലെയും രണ്ടാമത്തേതിലെയും അതുപോലെ തന്നെ മൂന്നാമത്തെ യൂണിറ്റിലെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ യൂണിറ്റിലേതാണ്. നമുക്കറിയാം ആ ഒരു നാലാമത്തെ യൂണിറ്റിൽ എന്ന് പറയുന്നത് ഒരുപാട് മേഖലകൾ വരുന്നുണ്ട്. ഇതിനു മുമ്പ് വരെ നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറും അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചർ അതുപോലെ തന്നെ മറ്റ് വേൾഡ് ലിറ്ററേച്ചേഴ്സിലേക്ക് എത്തുകയാണ്. അതായത് അമേരിക്കൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, കനേഡിയൻ, കറേബിയൻ, ഓസ്ട്രേലിയൻ, അതുപോലെ തന്നെ ഏഷ്യൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ലിറ്ററേച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. സോ ഇവിടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാനും പറ്റും. ഒരുപാട് മൂവ്മെന്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് ടേംസുകളിൽ നിങ്ങളുടെ ശ്രദ്ധ ഉടക്കിയിട്ടുണ്ടാവും. സോ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കേണ്ട ഭാഗമല്ല, പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ഏറെക്കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതും പ്രത്യേകതയാണ്. സെറ്റിന് ഇതുവരെ ചോദിച്ചെടുത്തോളം നമ്മൾ ഏകദേശം ഒരു 60-40 ഒരു പ്രപ്പോർഷൻ എടുക്കുകയാണെങ്കിൽ 60% നിങ്ങൾക്ക് നന്നായിട്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. വളഞ്ഞു പോക്ക് പിടിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഒന്ന് ശ്രദ്ധിക്കാം. Once again, welcome to our today's session. So first question. Who among the following writers wrote Twice Told Tales and The Snow Image and Other Tales? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. നഥാനിയൽ ഹോത്തോൺ ആണോ, ബി മാർക്ക് ട്വെയിൻ ആണോ, അത് ഒ ഹെൻറി ആണോ, അതോ ഡി ഹെർമൻ മെൽവിലെ ആണോ? അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പറഞ്ഞിരിക്കുന്ന 4 റൈറ്റേഴ്സിൽ ആരാണ് ട്വൈസ് ടോൾഡ് ടേൽസും അതുപോലെ തന്നെ സ്നോ ഇമേജ് ആൻഡ് അതർ ടേൽസും എഴുതിയിരിക്കുന്നത്? വളരെ പ്രമുഖനായിട്ടുള്ള ഒരു റൈറ്റർ ആണ്. ആൻഡ് യു റിയലി നോ ദ ആൻസർ. ഇറ്റ്സ് വെരി ഈസി. അദ്ദേഹത്തിന്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ്. ക്ലൂ തന്നാൽ ഒരു പക്ഷേ നിങ്ങൾ ഇൻസ്റ്റന്റ്ലി ആൻസർ ചെയ്യും. Can I get the answer please? Yes. Okay. Alright. So let's move ahead into our answer. നഥാനിയൽ ഹോത്തോൺ ആണ്. സ്കാർലറ്റ് ലെറ്റർ എഴുതിയിട്ടുള്ള നഥാനിയൽ ഹോത്തോണിന്റെ വർക്ക് തന്നെയാണ് ട്വൈസ് ടോൾഡ് ടേൽസും അതുപോലെ തന്നെ ദ സ്നോ ഇമേജ് ആൻഡ് അതർ ടേൽസ് എന്ന് പറയുന്ന വർക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഐഡന്റിഫൈ ദ ഓഥർ ഓഫ് മോബി ഡിക്ക്. ഇതെന്തൊരു ചോദ്യമാണല്ലേ. ഇതിലും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആരും തരാനില്ല. ഐഡന്റിഫൈ ദ ഓഥർ ഓഫ് മോബി ഡിക്ക്. മോബി ഡിക്ക് എന്ന് പറയുന്ന വർക്കിന്റെ ഓഥറിനെ മനസ്സിലാക്കുക, ആരാണെന്ന് ആൻസർ ചെയ്യുക. 4 ഓപ്ഷൻസ് ഉണ്ട്. എ ഹെർമൻ മെൽവിൽ, ബി വില്യം ഫോക്നർ, സി ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ, ഡി സ്റ്റീഫൻ ക്രെയിൻ. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ ഹെർമൻ മെൽവിൽ, ബി വില്യം ഫോക്നർ, ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ, ഡി സ്റ്റീഫൻ ക്രെയിൻ. ഇവരുടെ എല്ലാവരുടെയും പെർട്ടിക്കുലർ വർക്ക്സ് ഏതാണെന്ന് കൂടെ നിങ്ങൾക്കറിയാം. അത്രയും പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സിനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റന്റ് ആൻസർ നൽകാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ മാസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ യൂണിവേഴ്സിറ്റീസിലും കേരളത്തിലെ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റീസിലും മാസ്റ്റേഴ്സ് കരിക്കുലത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൂടിയാണ് ഇത് മോബി ഡിക്ക്. അതിന്റെ കംപ്ലീറ്റ് അൺഅബ്രിജ്ഡ് വേർഷൻ. Can I get the answer please? Okay, so as you already know, it's Herman Melville. Call me Ishmael എന്ന് പറയുന്ന ആദ്യത്തെ ലൈനുള്ള മോബി ഡിക്ക് ആണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഹെർമൻ മെൽവിലിന്റെ ഇദ്ദേഹം ഒരുപാട് ടൈപ്പി എന്ന് പറയുന്ന ഒരു വർക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെയിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹം ഒരുപാട് ഷിപ്പിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്, സെയിലറൊക്കെ ആയിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് മോബി ഡിക്ക് എന്ന് പറയുന്ന ക്ലാസിക് നോവൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു ബുക്കാണ്. അത് വായിച്ചു തീർത്തവർക്ക് അറിയാമല്ലേ, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. സോ ഇറ്റ്സ് ആക്ച്വലി റിട്ടൺ ബൈ ഹെർമൻ മെൽവിൽ. ഇനി മൂന്നാമത്, Samuel Langhorne Clemens wrote under the pseudonym of Dash. സാമുവൽ ക്ലെമൻസ് അഥവാ സാമുവൽ ലാങ്ഹോൺ ക്ലെമൻസ് ഇദ്ദേഹത്തിന്റെ
ഈ ഒരു സ്യൂഡനിം വെച്ചിട്ട് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു സ്യൂഡനിം ഏതായിരുന്നു? ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഇതാണ്. ഈ റൈറ്ററിന്റെ യഥാർത്ഥ പേര് സാമുവൽ ലാങ്ഹാൻ ക്ലെമൻസ് എന്നാണ്. ഇദ്ദേഹം മറ്റൊരു സ്യൂഡനിം ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് അപരനാമം. ഇദ്ദേഹത്തിന്റെ ആ ഒരു അപരനാമം ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എ ജെയിംസ് ഫെനിമോർ കൂപ്പർ, ബി മാർക്ക് ട്വെയിൻ, സി വാഷിംഗ്ടൺ ഇർവിൻ ആൻഡ് ഡി എഡ്ഗർ അലൻ പോ. Can I get some answers, please? Okay, so the answer is actually മാർക്ക് ട്വെയിൻ. എന്തൊരു ചോദ്യമാണിതല്ലേ? മാർക്ക് ട്വെയിൻ ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമായിരുന്നു സാമുവൽ ലാങ്ഹാൻ ക്ലെമൻസ് എന്ന് പറയുന്നത്. Alright. And now coming to the next question. Name the poet who was influenced by Jacksonian democracy and Iacococco movement. ഇയോക്കോഫോക്കോ മൂവ്മെന്റ് അതുപോലെ തന്നെ ജാക്സോണിയൻ ഡെമോക്രസി പോലെയുള്ള പ്രധാന ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന പോയറ്റ് ആരാണ്? ഇതൊക്കെ അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാം. Can I get some answers, please? Yes, okay. So here we got 4 options. ഒന്നാമത് റാൽഫ് വാൾഡോ എമേഴ്സൺ, ബി എഡ്ഗർ അലൻ പോ, സി again I actually just repeated the whole comment. So D അതായത് ഓപ്ഷൻസ് ഒന്നുകൂടി ഞാൻ ആക്സിഡന്റലി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എഡ്ഗർ അലൻ പോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡി വോൾട്ട് വിറ്റ്മാൻ. ഏതാണ് നിങ്ങളുടെ ആൻസർ? എന്താണ്? ഏത് പോയിട്ടാണ് ജാക്സോണിയൻ ഡെമോക്രസിയും അതുപോലെ തന്നെ ഇയോക്കോഫോക്കോ മൂവ്മെന്റുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്? നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഇറ്റ്സ് വാൾട്ട് വിറ്റ്മാൻ. ദ ലീവ്സ് ഓഫ് ഗ്രാസ് എഴുതിയിട്ടുള്ള അല്ലെ, ലീവ്സ് ഓഫ് ഗ്രാസ് എന്ന് പറയുന്ന മേജർ പബ്ലിക്കേഷൻ 1885 പബ്ലിഷ് ചെയ്തിട്ടുള്ള വാൾട്ട് വിറ്റ്മാൻ ആണ്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഉണ്ട്. അതിൽ ഐസിംഗ് ബോഡി, ഇലക്ട്രിക്, അങ്ങനെ ഒരുപാട് വർക്കുകൾ ആ ഒരു പോയത്തിൽ തന്നെ വരുന്നുണ്ട്, ആ ഒരു കളക്ഷനിൽ തന്നെ വരുന്നുണ്ട്. ഒരുപാട് തവണ റിവൈസ് ചെയ്ത് മരിക്കോളം റിവൈസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് കൂടിയാണ്. അതുകൂടെ ഓർമ്മ വേണം. ഇനി അഞ്ചാമത്തേത് വെരി ഗുഡ്. ഇറ്റ്സ് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. വാൾട്ട് വിറ്റ്മാൻ ലീവ്സ് ഓഫ് ഗ്രാസ് വാസ് പബ്ലിഷ്ഡ് ഇൻ ഡാഷ്. ഏത് വർഷമാണ് ഇദ്ദേഹം ലീവ്സ് ഓഫ് ഗ്രാസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മേജർ പോയറ്റിക് കളക്ഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? A 1871, B 1856, C 1885 and D 1856. Sorry, looks like I just repeated the comment. The options once again. So 4 options കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? Okay, so here we got the answer. It's actually 1885. 1885 ആദ്യത്തെ പബ്ലിക്കേഷൻ വരുന്നത്. പിന്നീട് കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്യുന്നുണ്ട്. 8, 9, 10 ഒക്കെ റിവൈസ്ഡ് എഡിഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് മറക്കരുത്. ഓക്കെ, പിന്നെ ആറാമതായിട്ട് ഹു അമംഗ് ദ ഫോളോയിങ് വോൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1950? ഇത് തീർച്ചയായും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ്. അതായത് നിങ്ങൾ നോബൽ പ്രൈസ് ഏതെല്ലാം വർഷങ്ങളിൽ ആർക്കെല്ലാം ലഭിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വച്ചേ പറ്റൂ. ഓൾറൈറ്റ്, പെർട്ടിക്കുലർലി നിങ്ങൾ ആ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ലിറ്ററേച്ചറിന്റെ മേഖലകളിൽ, അതായത് അമേരിക്കൻ ലിറ്ററേച്ചർ, യൂറോപ്യൻ ലിറ്ററേച്ചർ, ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്തുള്ള ആളുകളെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് നോബൽ പ്രൈസ് ഏതെങ്കിലും വർഷത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതൊരു സ്ട്രേറ്റ് ഷോട്ട് ആണ്. യു ഹാവ് ടു ആൻസർ ദാറ്റ് ബിക്കോസ് ദാറ്റ്സ് വെരി ഈസി വൺസ് യു റിയലി കീപ് എ ട്രാക്ക് ഓഫ് ഓൾ ദ നോബൽ പ്രൈസ് വിന്നേഴ്സ്. ആരാണ് 1950 നോബൽ പ്രൈസ് നേടിയിട്ടുള്ളത്? നമുക്കറിയാം, കുറേ വർഷങ്ങളിൽ ഒരുപാട് ആളുകളുടെ പേര് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ ചെയ്യാൻ പറ്റാവുന്നത് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം എടുത്തുകൊണ്ട് അവരിൽ ആരൊക്കെ നോബൽ പ്രൈസ് നേടിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രോപ്പർ ട്രാക്കെങ്കിലും കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതിന് പുറമെ നിങ്ങൾക്ക് എൻറ്റയർലി പഠിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക. ഓൾറൈറ്റ്, സോ 4 ഓപ്ഷൻസ് ഉണ്ട്. എ വില്യം ഫോക്നർ ആണോ, ബി എഫ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ് ആണോ, സി വില്ല ഗേഡർ ആണോ, ഡി ഹെമിംഗ്വേ ആണോ, ഏർണസ്റ്റ് ഹെമിംഗ്വേ ആണോ? 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ എന്താണ്? ഇറ്റ്സ് ആക്ച്വലി യെസ്, വില്യം ഫോക്നർ ആണ്. വില്യം ഫോക്നറിനാണ് 1950കളിൽ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നൗ 7th question.
Lieutenant Frederick Henry is a character in Hemingway's dash. ഹെമിംഗ്വേയുടെ ഏത് വർക്കിലെ ക്യാരക്ടറാണ് ലഫ്റ്റനന്റ് ഫ്രെഡറിക് ഹെൻറി എന്ന് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. മാൻ വിത്തൗട്ട് മൂവ്മെന്റ്, ദ സൺ ഓൾസോ റൈസസ്, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ആൻഡ് ഫോർ ഹൂം ദ ബെൽ ടോൾസ്. എന്താണ് നിങ്ങളുടെ ആൻസർ? Can I get some responses, please? Okay. Yes. Yes. The answer is For Whom the Bell Tolls. For Whom the Bell Tolls എന്ന് പറയുന്ന വർക്കിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ലഫ്റ്റനന്റ് ഫ്രെഡറിക് ഹെൻറി. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. Who said Leaves of Grass as the most extraordinary piece of wit and wisdom America has yet contributed? അമേരിക്ക ഇതുവരെ കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പീസ് ഓഫ് വിറ്റ് ആൻഡ് വിസ്ഡം ആർക്ക്, അതായത് ഈ ഒരു വർക്കിൽ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ലീവ്സ് ഓഫ് ഗ്രാസ് ആണ് അമേരിക്ക ഇതുവരെ കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും എക്സ്ട്രാ ഓർഡിനറി പീസ് ഓഫ് വിറ്റ്, ഇന്റലിജൻസ് ആൻഡ് വിസ്ഡം, വിവേകം ലീവ്സ് ഓഫ് ഗ്രാസിലാണ് എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? എ. ഒലിവർ വെൻഡലി ഹോംസ്, ബി. ഹെൻറി വേർഡ്സ്വർത്ത് ആണ്, ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ, സി. ഹെൻറി ഡേവിഡ്, ഡി. റാൽഫ് വാൾഡോ എമേഴ്സൺ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പോപ്പുലർ ആയിട്ടുള്ള വർക്ക്സിനെ കുറിച്ചും അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള അക്ലൈംഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ കുറിച്ചും ഒരുപാട് ആളുകൾ ചില ക്രൂഷ്യൽ കോമന്റ്സ് നടത്തിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഷേക്സ്പിയറിനെ കുറിച്ചും നമ്മുടെ റോബർട്ട് ഗ്രീൻ ഒരു അബ്സ്ട്രാക്ട് പ്രോ എന്ന് വിശേഷിച്ച പോലൊക്കെ, അതായത് പ്രധാന റൈറ്റേഴ്സിനെ മെൻഷൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. സോ പോയിറ്റ് എന്ന് ഒരാളെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മളെ ഷെപ്പേർഡ്സ് കാലണ്ടർ ഒക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ. സോ ഇത്തരത്തിലുള്ള നമ്മൾ ഒരുപാട് കോമൻസുകൾ ചില വർക്കുകളെ സൂചിപ്പിച്ചുകൊണ്ടും ചില പോയിറ്റ്സിനെ അല്ലെങ്കിൽ റൈറ്റേഴ്സിനെ ഓഥേഴ്സിനെ സൂചിപ്പിച്ചുകൊണ്ടും വരാറുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള റിമാർക്കബിൾ ആയിട്ടുള്ള ക്രൂഷ്യൽ കോമൻസുകളെല്ലാം റെക്കോർഡ് ചെയ്യുക, കളക്ട് ചെയ്യുക, അതൊരു ടാസ്ക് ആയിട്ട് തന്നെ കൂട്ടുക. ഓൾറൈറ്റ്. സോ ഓരോ വർക്ക് പഠിക്കുമ്പോഴും ചെറിയൊരു എക്സ്പ്ലറേഷൻ, ചെറിയൊരു ഡീപ് ഡിഗിങ്, ഒരു എക്സ്കവേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവണം. Alright, so let's get into our answer. Ralph Waldo Emerson. Ralph Waldo Emerson is the right answer. The question: what is the primary theme in I Sing the Body Electric? I Sing the Body Electric എന്ന് പറയുന്ന വർക്കിലെ പ്രൈമറി തീം എന്താണ്? അത് ലീവ്സ് ഓഫ് ഗ്രാസിലെ വർക്കാണ്. സോ എന്തൊക്കെയാണ് 4 ഓപ്ഷൻസ് ഉണ്ട്. The superiority of white bodies, B. the sanctity of the human body, C. the superiority of white bodies. So sorry, I'm not sure whether I just made a mistake right there by just repeating accidentally the same options. D. none. In that answer, it's actually the sanctity of human body. Actually ഞാനിവിടെ മൂന്നാമതായിട്ട് കൊണ്ടുവരാൻ വിചാരിച്ചത് നേറ്റീവ് ബോഡീസ് ആയിരുന്നു. സോ ആക്ച്വലി ആൻസർ എന്ന് പറയുന്നത് the sanctity of human bodies ആണ്. Okay, and now Walden and Civil Disobedience were written by dash. Walden and Civil Disobedience were written by dash. ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? A. Ralph Waldo Emerson, B. Walt Whitman, C. Henry James, and D. Henry David Thoreau. ഇതിൽ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? Okay, let's directly hit the answer. It's actually written by Henry David Thoreau. Alright. ഇനി 11ാമത്തെ question. Which of the following plays is not written by Tennese Williams? Tennese Williamsനെ നിങ്ങൾക്കറിയാം, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിസ്റ്റ് ആണ്, റൈറ്റർ ആണ്. ഇദ്ദേഹത്തിന്റെ താഴെ പറഞ്ഞിരിക്കുന്ന പ്ലേസിൽ ഇദ്ദേഹത്തിൻ്റെതല്ലാത്തത് ഏതാണ്? A. Memory of Two Mondays, B. Sweet Word of Youth, C. The Glass Menagerie, D. Period of Adjustment. നിങ്ങളുടെ ഉത്തരം എന്താണ്? And by the way, that will be really great if anyone just confirm that whether my screen is visible or not. Okay. All right. So right now, I think I got an answer. It's actually D. D ആണെന്നാണോ പറയുന്നത്? D ആണെന്നാണോ നിങ്ങളുടെ ആൻസർ? D എന്ന് പറയുന്ന ഏതാനും ചില ആൻസേഴ്സ് കാണുന്നുണ്ട്.
ഓക്കെ, ഇറ്റ്സ് നോട്ട് വിസിബിൾ. നോട്ട് വിസിബിൾ എന്നാണോ പറയുന്നത്? എല്ലാവർക്കും ഇതേ പ്രശ്നം തന്നെയാണോ? Is it visible for everyone or it's just me? അതോ APR-R മാത്രമാണോ ഈ പ്രശ്നം എന്ന് പറയുന്നത്? മറ്റെല്ലാവർക്കും വിസിബിൾ ആണോ? Okay, if you're just facing any problems right there, please try to adjust your video quality to higher picture resolution. Higher picture resolution ഒന്ന് യൂസ് ചെയ്യും. ഓക്കെ, ഒരുപക്ഷെ 144-ലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഹയർ പിക്ചർ റെസൊല്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാം. അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വളരെ ചെറിയ റെസൊല്യൂഷനിൽ ആയിരിക്കും. കാരണം നമ്മൾ പലപ്പോഴും അപ്പോഴത്തെ ഒരു ഓട്ടോമാറ്റിക് സാധ്യത അനുസരിച്ച് പലപ്പോഴും നിങ്ങളുടെ ഡേറ്റ നെറ്റ്വർക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ചെറിയ റെസൊല്യൂഷൻ ആയിരിക്കും. സോ അതുകൊണ്ട് ഒന്ന് ഹയർ റെസൊല്യൂഷനിലേക്ക് ഓപ്റ്റ് ചെയ്യും. സെറ്റിംഗ്സിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് വ്യക്തമായിട്ട് കാണാം. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ഇസ് നോട്ട് റിട്ടൺ ബൈ ടെനസി വില്യംസ്? ടെനസി വില്യംസിൻ്റെതല്ലാത്ത പ്ലേസ് ഏതൊക്കെയാണ്? Can I get some responses, please? Okay, so the answer is A Memory of Two Mondays. ബാക്കിയെല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്ലേസ് ആണ്. Okay, so 12-ാമതായിട്ട്, when the author first heard the rapping at his chamber door in The Raven, who did he think was outside? റോബർട്ട് ഫ്രൂസ്റ്റിന്റെ ദ റേവൻ എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള പോം നിങ്ങൾക്കറിയാം. വളരെ ലെങ്തി ആയിട്ടുള്ള പോമാണ്, നമ്മൾ മാസ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പോയത്തിൽ ഇദ്ദേഹം ആദ്യമായിട്ട് ആ ഒരു ചേംബർ ഡോറിൽ, ഇദ്ദേഹത്തിന്റെ റൂമിന്റെ ഡോറിൽ റാപ്പിംഗ് ഇദ്ദേഹം കേട്ടപ്പോൾ നോക്ക്, ഇദ്ദേഹം അത് യഥാർത്ഥത്തിൽ ആ ഒരു ദ റേവൻ എന്ന് പറയുന്ന ആ ഒരു പോയത്തിലായിരുന്നു. അദ്ദേഹം അത് ആരാണെന്നാണ് വിചാരിക്കുന്നത്. ഇദ്ദേഹം പുറത്ത് ഈ ഒരു കഥക് മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ആരായിരുന്നു, ആരാണെന്നാണ് ഇദ്ദേഹം അസ്യൂം ചെയ്യുന്നത്. A, his neighbor. B, the raven. C, Pluto. D, some late night visitor. ആരാണ്? Can I get some answers, please? Okay, the answer is some late night visitor. ഇദ്ദേഹം വേറെ ആരോ ഏതോ ഒരു ലേറ്റ് നൈറ്റ് വിസിറ്റർ ആണ് വന്നിരിക്കാൻ സാധ്യത എന്ന് ഇദ്ദേഹം അസ്യൂം ചെയ്യുകയാണ്. റേവൻ ആണെന്ന് പിന്നീട് വാതിൽ തുറക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. Okay. Okay, now 13. How did Dickinson intend for the light to be viewed in There Is a Certain Slant of Light? Emily Dickinson's popular ആയിട്ടുള്ള പോമാണ് There Is a Certain Slant of Light. So അവിടെ ലൈറ്റിനെ എങ്ങനെ കാണേണ്ടതുണ്ട് എന്നാണ് എമിലി ഡിക്കിൻസൺ പറയുന്നത്. A, oppressive. B, welcoming. C, enchanting. And D, cold. All right, can I get some answers, please? Okay, the answer is it's actually oppressive. ആ ലൈറ്റ് യഥാർത്ഥത്തിൽ വളരെ ഒപ്രസീവ് ആണെന്നാണ് ഡിക്കിൻസൺ പറയുന്നത്. All right, and now 14th question. What is the metaphorical meaning of the title Home Burial? Home Burial എന്ന് പറയുന്ന റോബർട്ട് ഫ്രൂസ്റ്റിന്റെ പോം നിങ്ങൾക്കറിയാം അല്ലേ? ഒരല്പം ഭയങ്കര ലെങ്തി എന്നല്ല, പക്ഷെ എന്നിരുന്നാലും അത് നിങ്ങൾ ഒരുപക്ഷെ നന്നായിട്ട് മനസ്സിലാക്കി എടുത്ത് പഠിച്ചിട്ടുള്ള ഒരു പോം ആയിരിക്കും. മാസ്റ്റേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ആ ഹോം ബറിൽ എന്നുള്ള പറയുന്ന ആ ഒരു ടൈറ്റിൽ എന്തിനെ ആണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? അത് എന്തിനെ സൂചിപ്പിക്കുന്നു? A, the end of the marriage. B, end of life. C, beginning of a new life. D, a new chapter in their lives. Okay, what's the answer? What do you think? എന്താണ് നിങ്ങളുടെ ആൻസർ? Okay, here we are getting responses. It's A. Well, that's very good. The answer is A. അതായത് the end of the marriage. മാരേജിന്റെ എൻഡ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആ ഒരു ഫാദറിനൊട്ടും ഇമോഷൻ ഇല്ല, അമ്മയ്ക്കാണ് ഭയങ്കര ഇമോഷൻ. അതുകൂടാതെ തൻ്റെ കുട്ടിയുടെ ആ ഒരു ഗ്രേവ് ഡിഗ് ചെയ്തിരുന്ന സമയത്ത് പോലും ഇദ്ദേഹം യാതൊരു ഇമോഷനും ഇല്ലാതെ, അല്ലെങ്കിൽ വളരെ ഫ്ലഗ്മാറ്റിക് ആയിട്ട് ഇമോഷൻലെസ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യവും കൂടാതെ അവർക്ക് തമ്മിലുള്ള ഒരു പൊരുത്തമില്ലായ്മയും ഒക്കെ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. So that really represents the end of the marriage. So coming to the next question, the Harlem Renaissance was important to American society because it dash.
It provided new political opportunities for African American. B. Highlighted the cultural achievements of African Americans. C. Isolated African American from mainstream society. D. Brought an end to the racial segregation in the North. ഹാർലം റിനൈസൻസ് എന്തുകൊണ്ടാണ് അമേരിക്കൻ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇതിലെ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന ആൻസർ ഇവിടെ രേഖപ്പെടുത്താം. Can I really get your responses, please? Okay, here comes the answer. It actually highlighted the cultural achievements of African Americans. അവരുടേതായിട്ടുള്ള കൾച്ചറൽ അച്ചീവ്മെന്റ്സ് ഹൈലൈറ്റ് ചെയ്യാൻ അവർക്കൊരു വലിയൊരു സാധ്യതയാണ് ഹാർലം റെനൈസൻസ് അവർക്ക് നൽകിയിട്ടുള്ളത്. ആൻഡ് 16, name the first Indian to win Nobel Prize for Literature. ഇതിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആരും ചോദിക്കില്ല. ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? ഇറ്റ്സ് വെരി എവിഡന്റ്. എ. ജവഹർലാൽ നെഹ്റു ആണോ? ബി. ആർ കെ നാരായണ ആണോ? സി. രവീന്ദ്രനാഥ് ടാഗോർ ആണോ? ഡി. രാജാറാവു ആണോ? ഏറ്റവും ആദ്യമായിട്ട് ആദ്യത്തെ നോവൽ എഴുതിയത് ആരാണ്? ആദ്യത്തെ ഓക്കെ, വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് റെസ്പോൺസ്. സി ആണ് റൈറ്റ് ആൻസർ. ഐ റിയലി അഗ്രി ദാറ്റ്. ആദ്യത്തെ ഇന്ത്യൻ നോവൽ എഴുതിയത് ആരാന്ന് പറയാമോ? ആദ്യത്തെ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ഏതാണ്? ആരാണ് അത് എഴുതിയിരിക്കുന്നത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത് രാജ്മോഹൻസ് വൈഫാണ്. സോ ചില കാര്യങ്ങൾ ആദ്യം നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആദ്യത്തെ ഇന്ത്യൻ ഇംഗ്ലീഷ് പാംഫ്ലെറ്റ്, ട്രാവലോഗ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ എല്ലാം ഫസ്റ്റ് ആദ്യമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ഒന്ന് ട്രാക്ക് ചെയ്യുക. സ്പെസിഫിക്കലി ആദ്യത്തെ ഇന്ത്യൻ, ഫസ്റ്റ് ആഫ്രോ അമേരിക്കൻ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ നോബൽ പ്രൈസോ ബുക്കർ പ്രൈസോ ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ പ്രത്യേകമായിട്ട് ഒന്ന് ട്രാക്ക് ചെയ്യുക. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ടാഗോർ റിസീവ്ഡ് നോബൽ പ്രൈസ്? ടാഗോറിന് നോബൽ പ്രൈസ് ലഭിച്ചു എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അത് ഏത് വർഷമാണെന്ന് അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഹി ഈസ് വെരി സ്പെഷ്യൽ. 1910 ആണോ? 1911 ആണോ? 1912 ആണോ? 1913 ആണോ? Okay, can I get some responses, please? Very good. The answer is 1913. All right. Ini, Kamala Das became iconoclast among her contemporaries due to her open expression of dash. ഏത് കാര്യത്തിന്റെ ബേസിസിലാണ് കമലാദാസിന് ഭയങ്കര ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്? സ്പെസിഫിക്കലി ഡ്യൂ ടു ഹർ ഓപ്പൺ എക്സ്പ്രഷൻ. അവർ എന്തോ ഒരു കാര്യം വളരെ തുറന്ന രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. എ. ഹൗസ് ഹോൾഡ് അഫെയർസ് ആണോ? ബി. ലവ് ആണോ? സി. ഫീമെയിൽ സെക്ഷുവാലിറ്റി ആണോ? ഡി. കോണ്ടംപററി ഇഷ്യൂസ് ആണോ? ഓക്കെ, ഹിയർ വി ആർ ആക്ച്വലി ഗെറ്റിംഗ് റെസ്പോൺസസ്. ഇറ്റ്സ് ലവ്. ലവ് എന്ന് പറയുന്നത് അവർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ അവരുടെ ഓപ്പൺ എക്സ്പ്രഷനിൽ ആളുകൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലവ് അല്ലായിരുന്നു. It was actually about female sexuality. Okay, very good. So now, 19th question. Goodbye party for Miss Pushpa T is a dash against Indian English users. Indian English usersന്റെ ഈ ഒരു പെർട്ടിക്കുലർ പ്രവണതയ്ക്ക് എതിരെയുള്ള ഒരു തരത്തിലുള്ള ഒരു പോമായിരുന്നത്. ഇത് ഇത്തരത്തിലും വായിക്കാം, അല്ലെങ്കിൽ വേറൊരു തരത്തിലും വായിക്കാം. എ. ഹ്യൂമർ, ബി. ക്രിറ്റിസിസം, സി. സർക്കാസം, ഡി. ഇവാലുവേഷൻ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഇന്ത്യൻ ഇംഗ്ലീഷ് യൂസേഴ്സിന്റെ ഇത്തരത്തിലുള്ള പ്രവണതയ്ക്ക് എതിരായിട്ടുള്ള ഒരു ഡാഷ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ആൻസർ കറക്റ്റ് ആയിട്ട് എടുക്കുമ്പോഴും അത് മാത്രമല്ല, ഇറ്റ്സ് ആക്ച്വലി ഓപ്പൺ ടു മൾട്ടിപ്പിൾ ഇന്റർപ്രിറ്റേഷൻസ്. ബട്ട് ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ്? എ. ഹ്യൂമർ ആണോ? ബി. ക്രിറ്റിസിസം ആണോ? സി. സർക്കാസം ആണോ? ഡി. ഇവാലുവേഷൻ? Yeah, the answer is right. It's actually C. Sarcasm. അതായത് അതൊരു ആക്ഷേപഹാസ്യമായിരുന്നു. Okay, very good. Now 20th question. Beside Arundhati Roy and Kiran Desai, who is the other one to win Man Booker Prize from India? അരുന്ധതി റോയ്ക്കും കിരൺ ദേശായിക്കും പുറമെയായിട്ട് ഇപ്പറഞ്ഞ ആളുകളിൽ, ഇവർക്ക് മാത്രമല്ല ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്, പക്ഷേ ഇപ്പറഞ്ഞ ആളുകളിൽ വേറെ ആർക്കൊക്കെയാണ്, അതായത് ഈ പറഞ്ഞ ആളുകളിൽ ആർക്കൊക്കെയാണ് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്? അരവിന്ദ് അധിക, ബി. അമിതാവ് ഘോഷ്, സി. രോഹിൻടൺ മിസ്രി ആൻഡ് ജി. അനിത ദേശായി.
ഓക്കെ, റൈറ്റ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ? അനിത ദേശായിക്കല്ല, അരവിന്ദ് അടികയ്ക്കാണ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ കിട്ടിയ വർക്ക് ഏതാണ്? ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരവിന്ദ് അടികയുടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവനത് ഫിലിം ആക്കുക കൂടി ചെയ്തു. അതിൽ പ്രിയങ്ക ചോപ്രയ്ക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ദ വൈറ്റ് ടൈഗർ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. കിരൺ ദേശായ് won the Man Booker Prize for the book A. Life of Pi, B. The White Tiger, C. Last Orders, and D. The Inheritance of Laws. Can I get the answer, please? കിരൺ ദേശായിക്ക് ഈ ഒരു ബുക്ക് പ്രൈസ് ലഭിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള വർക്ക് ഏതാണ്? ലൈഫ് ഓഫ് പൈ ആണോ, ദി വൈറ്റ് ടൈഗർ ആണോ, ലാസ്റ്റ് ഓർഡേഴ്സ് ആണോ, ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ആണോ? കുറേയൊക്കെ ഡിറക്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു മെയിൻ ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ ഒക്കെ കഴിയുമ്പോഴേക്ക് കുറേയൊക്കെ ഏകദേശം വരാറുള്ളത്. കാരണം അവിടെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പല കാര്യങ്ങളും പഠിക്കാനില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. സോ കുറേ ഡിറക്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ആരുടെ സോറി, ഇദ്ദേഹത്തിന്റെ വർക്ക് ഏതായിരുന്നു? ഈ ഒരു കിരൺ ദേശായിയുടെ ബുക്ക് പ്രൈസ് ലഭിച്ചിട്ടുള്ള വർക്ക് ഏതായിരുന്നു? Okay, here we are getting answers. Lovely Thomas says that it's actually D, and you're right. Inheritance of Laws തന്നെയാണ്. All right. And now 22nd question. The fictional South Indian city Malgudi is a creation of. ഇത് നിങ്ങൾ ആരും തെറ്റിക്കില്ല, എനിക്ക് ഉറപ്പാണ്. മാൽഗുഡി എന്ന് പറയുന്നത് ആരുടെ ഫിക്ഷണൽ ക്രിയേഷൻ ആണ്? എ. റസ്കിൻ ബോൺ, ബി. മുൽരാജ് ആനന്ദ്, സി. രവീന്ദ്രനാഥ് ടാഗോർ, ആൻഡ് ഡി. ആർ കെ നാരായൺ. ഓക്കെ, ഓൾറൈറ്റ്, നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. APR says that it's actually D ആണെന്ന് പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ആക്ച്വലി D. ആർ കെ നാരായണ ആണ് മാൽഗുഡി ഡേയ്സ് അല്ലെങ്കിൽ മാൽഗുഡി എന്ന് പറയുന്ന ഫിക്ഷണൽ ടൗൺ അല്ലെ? തോമസ് ഹാർഡി വെസക്സ് എന്ന് പറയുന്നത് പോലെ മാൽഗുഡി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഫിക്ഷണൽ ടൗൺ ആയിരുന്നു. ഓൾറൈറ്റ്, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 23rd. For which book Salman Rushdie wins the Booker Prize? ഏത് പുസ്തകത്തിനാണ് ഇദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്? ഇത് നിങ്ങൾക്ക് MA സിലബസിൽ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൂടെയാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു പുസ്തകം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, യാതൊരു അത്ഭുതവും ഇല്ല, കാരണം അത്രയും ഭയങ്കരമായിട്ട് നല്ല മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. മാജിക്കൽ റിയലിസം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഒരു മോഡേണിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റിക് വർക്കാണ്. ഒരുപാട് നെറേറ്റീവ് വോയിസസ് വരുന്ന വർക്കാണ്. ഡെഫിനറ്റ്ലി ദി ആൻസർ ഈസ് യെസ്, ബി. മിഡ്നൈറ്റ് ചിൽഡ്രൻ. സൈത്താനിക് വേഴ്സസ് അല്ല, ഫ്യൂറി അല്ല, ഷാലിമാർ ദ ക്ലൗൺ അല്ല, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദ മിഡ്നൈറ്റ് ചിൽഡ്രൻ. അത് അതൊരു ഫിലിം കൂടെ ആക്കിയിട്ടുണ്ട്. ശ്രിയ ശരൺ, അതുപോലെ തന്നെ സിദ്ധാർത്ഥ്, അതുപോലെ ഹോമി കെ ബാബയുടെ മോനായിട്ടുള്ള സത്യസായി ബാബ ആണോ അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്കറിയില്ല, അവരുടെ മകന് കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു ക്ലാസിക് ഇന്ത്യൻ ഫിലിം അതിന്റെ ബേസിൽ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, alright, 24th question. The fictional South Indian city Malgudi is a creation. I think I actually accidentally repeated the same question. Well, in Man-Eater of Malgudi, what kind of creature is a man-eater? Man-Eater of Malgudi എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ ഈ Man-Eater എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ജീവിയാണ്? എ. അദ്ദേഹം ഒരു ടാക്സിഡെർമിസ്റ്റ് ആണോ? ബി. ദ ടെമ്പിൾ elephant who has developed a horrible temper, സി. എ ടൈഗർ, ബി. എ crocodile. ഇതിൽ ആരാണ്? ടാക്സിഡെർമിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം, തൊലിയൊക്കെ പ്രത്യേക കാര്യങ്ങളൊക്കെ എംബാം ഒക്കെ ചെയ്തിട്ട് സൂക്ഷിച്ച് അതിനുള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് അത് പ്രത്യേകം കീപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം പ്രൊസീജിയറാണ്. അദ്ദേഹം ഒരു ടെമ്പിൾ എലിഫന്റ് ആണോ, അതോ ഒരു ടൈഗർ ആണോ, ഒരു ക്രോക്കഡൈൽ ആണോ, അതൊരു ടാക്സിഡെർമിസ്റ്റ് ആണോ? ദ ആൻസർ ഈസ് ആക്ച്വലി Man-Eater എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, ഒരുപക്ഷെ അത് ടൈഗർ ആയേക്കാം അല്ലെങ്കിൽ ഒരു ക്രോക്കഡൈൽ ആയേക്കാം. ആരുമല്ല, ഇറ്റ്സ് സിംപ്ലി ദ ടാക്സിഡെർമിസ്റ്റ്. ദ ആൻസർ ഈസ് ഹീസ് ആക്ച്വലി എ ടാക്സിഡെർമിസ്റ്റ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ. Who wrote Uncle Tom's Cabin, an indictment of slavery? അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് കേൾക്കേണ്ട താമസം നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്കിൾ ടോംസ് ക്യാബിൻ ആരാണ് എഴുതിയിരിക്കുന്നത്? എ. ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ ആണോ, ബി. ഫ്രെഡറിക് ഡഗ്ലസ് ആണോ, സി. റിച്ചാർഡ് റൈറ്റ്, ഡി. ഫിലിക്സ് വീറ്റ്ലി? സി ആണോ ആൻസർ? അല്ലല്ലോ. ലെറ്റ്സ് കൺഫേം. ഇറ്റ്സ് ആക്ച്വലി റിട്ടൺ ബൈ ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ. ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ.
In Ralph Ellison's Invisible Man, living underground is symbolic of dash. റാൽഫ് എലിസന്റെ ഇൻവിസിബിൾ മാനിൽ അണ്ടർഗ്രൗണ്ടിൽ ജീവിക്കുക എന്ന് പറയുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് എന്തിനെ സിംബലൈസ് ചെയ്യുന്നതാണ്? A. The narrator's desire to be safe. B. The narrator's attempt to stay hidden. C. The narrator's invisibility to society. D. The narrator's attempt to stay out of prison. ഏതാണ്? Can I get some answers, please? Okay, so here we are getting responses. Okay, APR says that it's D. All right. Well, so let's get to know the answer. It's actually C. The narrator's invisibility to society. സൊസൈറ്റിയിൽ ഇൻവിസിബിൾ ആയിട്ട് ജീവിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻവിസിബിൾ മാൻ, ആരും ഇദ്ദേഹത്തെ കാണുന്നില്ല. ഇദ്ദേഹം ഒരു ഗോസ്റ്റ് പരുവത്തിലാണ് അവിടെ ജീവിക്കുന്നത്. ആരും ഇദ്ദേഹത്തെ അറിയുന്നില്ല, കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല. He is actually invisible to society. No one is actually taking care of him. No one is actually concerned about him. 28. Alice Walker's novel often explored the abuse experienced by African American women. What is the only abuse Celle does not experience in The Color Purple? അല്ലേ, പലതരത്തിലുള്ള അബ്യൂസ് സെലി നേരിടുന്നുണ്ട്. സോ അവളുടെ ആ ഒരു കളർ പർപ്പിൾ എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ അവൾ നേരിടാത്ത അബ്യൂസ് ഏത് മാത്രമാണ്, അല്ലെങ്കിൽ നേടാൻ ബാക്കിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഒരു തരത്തിലുള്ള അബ്യൂസ് മാത്രം അവൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഏത് അബ്യൂസ് ആണിത്? A. Betrayal by her community. B. Betrayal by her sister. C. Betrayal by educational system. D. Betrayal by a family member. സോ കളർ പർപ്പിൾ എന്ന് പറയുന്ന നോവൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു മാസ്റ്റേഴ്സിൽ. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു പക്ഷെ നന്നായിട്ട് അത് പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാമായിരിക്കും. Okay, let's get directly into the answer. It's actually betrayal by her sister. സ്വന്തം സിസ്റ്ററിനാൽ ബെട്രേ ചെയ്യപ്പെടുക എന്നുള്ളത് ഒഴികെ ബാക്കി എല്ലാ തരത്തിലുള്ള അബ്യൂസും ഷി ആക്ച്വലി എക്സ്പീരിയൻസ്ഡ്. അല്ലേ? 29ാമത്തെ ക്വസ്റ്റ്യൻ. The narrator of Langston Hughes' Very Blues is describing dash. ലാങ്സ്റ്റൺ ഹ്യൂഗിന്റെ ഈ ഒരു വെരി ബ്ലൂസ് എന്ന് പറയുന്ന വർക്ക് എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? A. African American toasting on a city street corner. B. The call and response of an African American church congregation. C. Negro spirituals being sung in the cotton fields. D. Blues being played in a Harlem bar. ഏതാണ്? ആഫ്രിക്കൻ അമേരിക്കൻസ് ഒരു സിറ്റി സ്ട്രീറ്റ് കോർണറിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? ആൻഡ് ദ കോൾ ആൻഡ് റെസ്പോൺസ് ഓഫ് എൻ ആഫ്രിക്കൻ അമേരിക്കൻ ചർച്ച് ഓർ കോൺഗ്രിഗേഷൻ, അല്ലെ? അവിടെയുള്ള ആഫ്രിക്കൻ അമേരിക്കൻ ചർച്ച് കോൺഗ്രിഗേഷന്റെ കോളും റെസ്പോൺസും ആണോ? നീഗ്രോ സ്പിരിച്വൽസ് ബീങ് സങ് ഇൻ ദ കോട്ടൺ ഫീൽഡ്സ് ആണോ? ആൻഡ് ബ്ലൂസ് ബീങ് പ്ലേഡ് ഇൻ ഹാർലം ബാർ, ഇതിലേതാണ്? It's very easy to identify. It's definitely the blues. It's actually that music being played in a Harlem bar. Okay. And 30. Neo-slave narratives are contemporary novels written about slavery. അല്ലെ, സ്ലേവറിയെ കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ്സ് ആക്ച്വലി റിട്ടൺ അബൌട്ട് സ്ലേവറി, അല്ലെ? ന്യൂ സ്ലേവ് നെറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കണ്ടംപററി നെറേറ്റീവ് നോവൽസ് ആണ്, which is absolutely about slavery. And Toni Morrison's Beloved is about the ghost of a baby the characters Seth murder to keep her from being recaptured by their master. The opening chapter of the novel represents neo-slave narrative by its dash. So അവർക്ക് ഈ ഒരു വർക്ക് എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുന്നത് തന്നെ ഇത്തരത്തിലൊരു ഫേമസ് ആയിട്ടുള്ള ന്യൂസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഒരു സ്ത്രീ തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊല്ലുകയാണ്. തൻ്റെ പോലെ ഒരു സ്ലീവ് ആയിട്ട് പോവേണ്ടി വരുന്ന ഒരവസ്ഥ സ്വന്തം മകൾക്ക്, സ്വന്തം കുട്ടിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വന്തം കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. കാരണം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് മരിക്കുന്നതിനേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലായതുകൊണ്ട് അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ തൻ്റെ കുഞ്ഞ് എന്തായാലും കടന്നു പോകുമെന്ന് മനസ്സിലായതോടുകൂടി അവർ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുകയായിരുന്നു. സോ അത് ഭയങ്കര ന്യൂസ് ആയിരുന്നു അന്നത്തെ കാലത്ത്. സോ ഈ ഒരു തോട്ടിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ടോണി മോറിസൺ ഈ ഒരു വർക്ക് എഴുതുന്നത്. സോ ഈ ഒരു വർക്ക് എഴുതിയപ്പോൾ ഈ ഒരു ഗോസ്റ്റ്, ഈ ഒരു ബേബിയുടെ ഗോസ്റ്റ് അവരെ ഹോണ്ട് ചെയ്യുന്ന തരത്തിലൊരു സിറ്റുവേഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ അത്തരത്തിലൊരു വർക്ക് ആയിരുന്നു ഇത്. ദ ഓപ്പണിംഗ് ചാപ്റ്റർ ഓഫ് ദ നോവൽ റെപ്രസെന്റ്സ് ദ ന്യൂ സ്ലേവ് നെറേറ്റീവ് ബൈ ഇറ്റ്സ് ഡാഷ്.
ആ ഒരു ഓപ്പണിംഗ് ചാപ്റ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒന്നാമതായിട്ട് എ കണ്ടംനേഷൻ ഓഫ് ദ പ്ലാന്റേഷൻ മിത്ത്, ബി ഡിസ്കഷൻ ഓഫ് റേസ് റിലേഷൻസ് ഇൻ നോർത്ത് ആൻഡ് സൗത്ത്, സി എക്സാമിനേഷൻ ഓഫ് ഫിസിയോളജിക്കൽ psychological damage of slavery, the insistence on this desegregation. പ്ലാന്റേഷൻ മെത്തിന്റെ ഒരു കണ്ടംനേഷൻ ആണോ, ഡിസ്കഷൻ ഇൻ റേസ് റിലേഷൻസ് ഇൻ നോർത്ത് ആൻഡ് സൗത്ത്, നോർത്ത് ആൻഡ് സൗത്തിലെ റേസ് റിലേഷൻസിന്റെ ഒരു ഡിസ്കഷൻ ആണോ, അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന സ്പെസിഫിക്കലി സ്ലേവറി മൂലം സംഭവിക്കുന്ന സൈക്കോളജിക്കൽ ഡാമേജിന്റെ ഒരു എക്സാമിനേഷൻ ആണോ, അല്ലെങ്കിൽ ഡി ഇൻസിസ്റ്റൻസ് ഓൺ ഡീസെഗ്രിഗേഷൻ അതായത് സെഗ്രിഗേറ്റ് ചെയ്യപ്പെടാതിരിക്കുക, അല്ലെ, യൂണിഫൈ ചെയ്യുക, ആ ഒരു ഡീസെഗ്രിഗേഷൻ സെപ്പറേറ്റ് ആയതിൽ നിന്ന് വീണ്ടും ഒരുമിച്ച് ചേർന്ന് ചേരാനുള്ള ആ ഒരു ഡീസെഗ്രിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസിസ്റ്റൻസ് ആയിരുന്നു. എന്താണ് ആൻസർ? സോ okay, can I get some answer please? Some responses. Okay, psychological damage ആണെന്ന് പറയുന്നുണ്ട് APR. That will be really better if you just tell me your name. Absolutely, it's definitely the examination of the psychological damage of slavery. Yes, wonderful observation. Right. 31 ആലിസ് വാക്കർ സ്റ്റോറി. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഓതർ എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ബുക്ക് എന്താണെന്നുള്ള തരത്തിലുള്ള ഡയറക്ട് ക്വസ്റ്റ്യൻസ് അല്ല, നേരെ മറിച്ച് നിങ്ങൾ ആ വർക്ക് വായിച്ചാൽ മാത്രം കിട്ടുന്ന തരത്തിലുള്ളതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പ്രധാന റൈറ്ററിന്റെ പ്രധാന വർക്കിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, സ്പെസിഫിക്കലി അവരുടെ സമ്മറി അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഏറെക്കുറെ ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ ഒരു വിധം നിങ്ങളുടെ മാസ്റ്റേഴ്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. സോ നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ തന്നെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും അവർ നിങ്ങളോട് അൺഅബ്രിജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അബ്രിജ്ഡ് ആയിട്ടുള്ള വേർഷനെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റ് വായിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പ്രധാന വർക്കുകളിൽ നിന്ന് പ്രധാനമായിട്ട് ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ച് അത് വായിച്ചവർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നൽകുന്നത്. കാരണം അത്തരത്തിലുള്ള വർക്കുകളെ കുറിച്ച് ചില ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് അനിവാര്യമാണ്. സോ അതുകൊണ്ട് അന്ന് തന്നെ വായിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ഇന്നത് വളരെ എളുപ്പമായിട്ട് തോന്നും, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം റിവൈസ് ചെയ്യുന്നത് പോലെ തോന്നും. അല്ലെങ്കിൽ അത് വീണ്ടും ഒരു ബേസിക് സമ്മറി ആയിട്ട് എടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ആ ഒരു ലോങ് ലാസ്റ്റിംഗ് മെമ്മറി ഉള്ളത് എന്തുകൊണ്ടും നിങ്ങളെ സഹായിക്കും. ഓക്കെ, 31st question. Alice Walker's story, everyday use includes which womanist concern? ആലിസ് വാക്കറിന്റെ സ്റ്റോറി ആയിട്ടുള്ള എവറിഡേ യൂസ് ഏത് വുമനിസ്റ്റ് കൺസേൺ ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒന്നാമതായിട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആഫ്രിക്കൻ റിലീജിയസ് ഇൻഫ്ലുവൻസ് ഇൻ അമേരിക്ക, the negative consequences of feminism on the African American family, the importance of men to the African American family, or the importance of African American craftsmanship. ഏതാണ്? Any responses? Okay, the answer is the negative consequences of feminism on the African American family. All right. 32nd question. Who's the only African author to have won the Man Booker Prize twice? ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് കാണാം. അതായത് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള, അതായത് 2 തവണ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു ആഫ്രിക്കൻ ഓത്തർ ആരാണ്? എ ചിനുവ അച്ചീബി ആണോ, ബി ജെഎം കോട്സെ ആണോ, സി നദീൻ കോറജീമർ ആണോ, ഡി വോൾ സോയിങ്ക ആണോ? Can I get some responses? Okay, the answer is actually J.M. Coetzee. All right. 33ാമത്തെ question. When did Patrick White write The Living and the Dead? ഇദ്ദേഹം എന്നാണ് The Living and the Dead എഴുതുന്നത്? 1940 ആണോ, 1941 ആണോ, 1956 ആണോ, 1967 ആണോ? Okay, here we are actually getting some responses. Yeah. B ആണെന്ന് പറയുന്നു. So let's see. Yes, of course, it's definitely the answer. 1941ലാണ് ഈ ഒരു വർക്ക് എഴുതുന്നത്. 34ാമത്തെ question. Judith Wright's works reveal the following features except one. Which one?
ഇദ്ദേഹത്തിന്റെ വർക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞതിലല്ലാത്ത ഒന്നാണ്. എ കീൻ ഫോക്കസ് ഓൺ ദ ഓസ്ട്രേലിയൻ എൻവയൺമെന്റ്. അവർ ഒരു ഓസ്ട്രേലിയൻ റൈറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൽ പാട്രിക് വൈറ്റിനോടൊപ്പം തന്നെ ചോദിക്കുന്ന, എഡി ഹോപ്പിനോടൊപ്പം തന്നെ ചോദിക്കുന്ന മറ്റൊരു റൈറ്റർ ആണ്. A keen focus on the Australian environment. Be concerned for the relationship between the settlers, indigenous Australians, and the bush. See a correspondence between inner existence and objective reality. D. An obsession with religious and political. എന്താണ് ആൻസർ? ഓസ്ട്രേലിയൻ എൻവയോൺമെന്റിന്റെ മേലുള്ള ഒരു കീൻ ആയിട്ടുള്ളൊരു ഫോക്കസ് ആണോ, അല്ലെങ്കിൽ അവിടെയുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കും ഇടയിലും അതുപോലെ തന്നെ ബുഷ് പീപ്പിളിനും ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ, അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഇന്നർ എക്സിസ്റ്റൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി? അതായത് അവരുടെ ഇന്നർ എക്സിസ്റ്റൻസ് ഫീലിങ്ങും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയുമായിട്ടുള്ള ഒരു കറസ്പോണ്ടൻസ് ആണോ, അതായത് ഒരു കൺസിസ്റ്റന്റ് ഇന്ററാക്ഷൻ ആണോ, അതോ an obsession with religious and political സിറ്റുവേഷൻ ആണോ, എന്താണ്? ഓക്കെ, അതങ്ങനെ വരും, കാരണം അതായിരിക്കും ഒരു പ്രൈമൽ കൺസേൺ എന്ന് പറയുന്നത്. കാരണം they are actually discussing a lot more about the Australian descent, the indigenous people and everything. So B അല്ല, it's definitely an obsession with religious and political issues or a context. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ. Which Indian novelist and short story writer is often known as the mouthpiece of the underdog? It's a very easy question. A. Mulkraj Anand, B. Bhavani Bhattacharya, C. Niraj C. Chowdhury, D. Anita Desai. Okay, can I get the answer please? ആൻസർ എന്താണ്? ആരാണ് അണ്ടർഡോഗിന്റെ മൗത്ത് പീസ് എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, ഇറ്റ്സ് വെരി ഈസി. കാരണം നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇത്തരത്തിലുള്ള അണ്ടർഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ വിശേഷിപ്പിച്ചിട്ടുള്ള ലോവർ സൊസൈറ്റിയിലെ ലോവർ ലാഡറിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അൺടച്ചബിൾ, കൂലി പോലെയുള്ള ഒരുപാട് ക്ലാസിക് ആയിട്ടുള്ള വർക്കുകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ദ റൈറ്റ് ആൻസർ ആൻഡ് ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് റൈറ്റ് ആൻസേഴ്സ്. ഇറ്റ് ഡെഫിനറ്റ്ലി എ ആണ്, മുൽക്രാജ് ആനന്ദ് തന്നെയാണ്. Alright. So thanks a lot for commenting your answers. And of course, Asian literature നിന്നൊക്കെ വളരെ വളരെ റെയർ ആയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. പോസിബിളി അധികം വരാറില്ല, പക്ഷേ you can't just ignore the possibility of just having some questions from Asian literature too. So നമുക്കറിയാം, അമേരിക്കൻ അതുപോലെ തന്നെ കനേഡിയൻ, കറീബിയൻ, അതുപോലെ തന്നെ ആഫ്രോ അമേരിക്കൻ, ആഫ്രിക്കൻ, കൂടാതെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അതുപോലെ തന്നെ ഏഷ്യൻ ലിറ്ററേച്ചറിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാറുണ്ട്. സോ പക്ഷേ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ പോലെ ഡീപ്പായിട്ടും ഭയങ്കര ട്വിസ്റ്റി ആയിട്ടും വരാറില്ല. നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന വിധത്തിലായിരിക്കും. കൂടാതെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മാസ്റ്റേഴ്സിലൊക്കെ നന്നായിട്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല. അത്തരത്തിലുള്ള അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. കാരണം ഏറെക്കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ ഭയങ്കര ട്വിസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ നോട്ടി ആയിട്ടോ ഒന്നും ചോദിക്കുന്നില്ല. നോട്ടി എന്ന് പറഞ്ഞാൽ നോട്ടി അല്ല, KNOTTY, നോട്ടി കെട്ടുപിണഞ്ഞ് കിടക്കുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല. Alright. So that's all about our today's session, and thanks a lot for just commenting. And yeah, I really appreciate our student community here. നിങ്ങളുടെ prompt response-ന് വളരെയധികം നന്ദി. പിന്നെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒരുപക്ഷെ നിങ്ങൾ പെട്ടെന്ന് യൂട്യൂബ് സ്ട്രീം ചെയ്യുന്ന ഈ ഒരു വീഡിയോ ആദ്യം തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ട് പലരും പറയാറുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്. നിങ്ങളുടെ റെസൊല്യൂഷൻ ഫുൾ റെസൊല്യൂഷനിലേക്ക് 740 അല്ലെങ്കിൽ 1040 അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് ഇന്റർനെറ്റ് കണക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡേറ്റ ലിമിറ്റും നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ എത്രയും നല്ലത് അത് ഹൈ റെസൊല്യൂഷനിൽ വെക്കുന്നതായിരിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ പെട്ടെന്ന് കാണാനും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. Alright. Yeah, thanks a lot, APR. Thanks a lot, Anju. Thanks a lot, Lovely Thomas. Thanks a lot, Annie Krishma. Thanks a lot, everyone, for just being right here and just posting your answers. That is wonderful. Very good. I really appreciate that. And everyone, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അവരുടെ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കുക. ഓരോ മൊഡ്യൂൾ യൂണിറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പാറ്റേൺ മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം ഡീപ്പർ ആയിട്ട് പോകണം വേണ്ട എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് മനസ്സിലാകുമ്പോൾ മനസ്സിലാവും, കാണുമ്പോൾ മനസ്സിലാവും, അല്ലേ? So that's why we are even just discussing such kind of previous year questions, and I hope this is really going to help you for your exams to have a proper idea how to strategically plan your
ഓർ പ്ലാൻ ആൻഡ് പ്രിപ്പയർ ഫോർ യുവർ എക്സാം. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക്കലി നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയും ആൻസർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടാവും അല്ലേ. എന്നാലല്ലേ നമുക്ക് ഓക്കെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇത്ര മതി, സോ ഈ ഭാഗം ഇതിനനുസരിച്ച് പഠിക്കേണ്ടതുണ്ട്, അധികം ഡീപ്പായി പോകേണ്ട ആവശ്യമില്ല. അതായത് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് പഠിക്കുന്ന പോലെ കളർ പേർപ്പിൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും ഏകദേശം അറിഞ്ഞിരിക്കണം. ഓരോ ലൈനും ഒക്കെ എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺടെക്സ്റ്റുകൾ മനസ്സിലാക്കുക. അതേസമയം കളർ പേർപ്പിൾ പഠിക്കുന്നത് പോലെ തന്നെ എ ഡി ഹോപ്പിന്റെ പോയം പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ജൂഡിത്ത് റൈറ്റിന്റെ പോയം അത്രത്തോളം വർക്ക് അത്രത്തോളം ഡീപ്പറായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള ഏഷ്യൻ റൈറ്റേഴ്സിന്റെ വർക്ക്, ലിയനാർഡോന്റെ വർക്ക് ഒന്നും ഇത്രത്തോളം ഡീപ്പറായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ ചാപ്റ്റർ ക്ലാരിറ്റിയും വരുത്തിയാൽ മതി അല്ലേ. സോ അത് കുറേ ഏഷ്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ലിറ്ററേച്ചറിലേക്ക്, കരീബിയൻ ട്രഡീഷനിലേക്ക് എത്തുമ്പോഴേക്ക് അതിന്റെ ഒരു നമ്മൾ ഡീപ്പറായിട്ട് എക്സ്കവേറ്റ് ചെയ്യേണ്ട ഒരു ലിമിറ്റ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ട് വരികയാണ്. അതായത് ഒരുപാട് ഡിഗ് ചെയ്യേണ്ട, വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതാണ്. സോ ആ സാധ്യത അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ലോജിക്കലി നിങ്ങൾ ആൻസർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.